നിനക്ക് സംസാരിക്കാനുള്ള പവർ എവിടെ നിന്നാ കിട്ടിയേ? That's an interesting question. നിങ്ങൾ രാജമൗലി ചെയ്ത ഈച്ച സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും മലയാളം സംസാരിക്കുന്ന ഈച്ചയെ പറ്റിയിട്ടുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? അതാണ് ഈ പടം. അപ്പോൾ പടം തുടങ്ങുന്നത് ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന മാത്യു തോമസിനെ കാണിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് സാധനം എടുത്തുകൊണ്ട് പുല്ലുവെട്ടലാണ് പണി. അങ്ങനെ പുല്ലുവെട്ടി മാത്യുവിന്റെ ആഗ്രഹങ്ങൾ കൂടി. ഇപ്പോൾ കാനഡയിലേക്ക് പോകണം, അതാണ് പ്ലാൻ. അങ്ങനെ പുല്ലുവെട്ടി അതിൽ നിന്നും കിട്ടുന്ന പൈസക്ക് ജ്യൂസും കുടിച്ച് ട്രിപ്പും പോയി അലഞ്ഞു നടപ്പായിരുന്നു. ഇതൊക്കെ മാത്യുവിന്റെ ചെറിയ ആഗ്രഹങ്ങളാണ്. എന്നാൽ വീട്ടുകാർക്ക് ആഗ്രഹം ഇവനൊരു സർക്കാർ ജോലിക്ക് പോകണം എന്നാണ്. അതിനുവേണ്ടി പ്രത്യേക മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ക്രെഡിറ്റ് കാർഡ് എത്ര എണ്ണം വേണം? കല്യാണം ആലോചിച്ചു ഇവന് പെണ്ണ് വരെ കിട്ടും. പക്ഷെ നമ്മുടെ മാത്യു അങ്ങനത്തെ ഒരു ടൈപ്പ് ആളല്ല. അങ്ങനെ മാത്യുവിന്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് കാമഭ്രാന്ത് പിടിച്ച വ്യക്തികളെ കാണിക്കുന്നത്. ഒന്ന് ഗ്രേസ്, ഒന്ന് ഷൈൻ. ഗ്രേസിന് ഒരു ഭർത്താവും കുട്ടിയുമൊക്കെ ഉണ്ടായിട്ടും ഷൈനിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കഴപ്പ്. ഇതിനെ ലവ് എന്നല്ല പറയേണ്ടത്, ഇതേതോ കുറച്ച് കൂടിയ അസുഖമാണ്. രണ്ടിനും ചില സമയം രണ്ടുപേരും പബ്ലിക്കിൽ കാണുമ്പോൾ പരിസരം വരെ മറന്നുപോകും. ആക്ച്വലി ഗ്രേസ് ഒരു പാർട്ടി പ്രവർത്തിയാണ്, എന്നിട്ടാണ് ഇത്രയും കഴപ്പ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാത്യു ഷൈൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലിക്ക് കയറും. എന്നിട്ട് ഷൈൻ നിൽക്കുന്ന റൂമിലേക്ക് താമസം മാറ്റും. അപ്പോഴേക്കും ഗ്രേസ് ഷൈനിനെ രാത്രി വീട്ടിലേക്ക് വരാൻ പറയും. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഷൈൻ കാമഭ്രാന്ത് പിടിച്ച് ഒരു ഓട്ടോ പിടിച്ച് ഗ്രേസിന്റെ ഫ്ലാറ്റിലെത്തും. എന്നിട്ട് റൂം അടച്ച് പരിപാടി തുടങ്ങാൻ വേണ്ടി പോയതും അണ്ണന് ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തോന്നൊക്കെ ഒറ്റയ്ക്ക് പറയും. നീ ഇലക്ട്രിസിറ്റി ആടാ, പവർ. ഇനി കാമം തലയ്ക്ക് പിടിച്ച് പ്രാന്തായതോ എന്തോ. അങ്ങനെ കാര്യത്തിലോട്ട് കടക്കാൻ പോയതും ഷൈൻ പറയും കൊണ്ടും മേടിച്ചില്ല. അങ്ങനെ നമ്മുടെ വെർജിനായ ഷൈൻ കാര്യം നടക്കാത്തതിന്റെ സങ്കടത്തിൽ വെള്ളം അടിച്ച് റൂമിൽ കയറി വന്നിട്ട് മാത്യുവിനോട് പറയും, എന്നെ കൊണ്ടൊന്നിനും ഒരു കോണ്ടം വാങ്ങിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് വെള്ളം അടിച്ച് വാള് വെച്ചിരിക്കുന്നു പൊട്ടൻ. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ ഒരു പാക്കറ്റ് സാധനം വാങ്ങിച്ചിട്ട് നേരെ ഷൈൻ്റെ ഓഫീസിൽ കയറിയിട്ട് ഷൈനിന്റെ അടുത്ത് ചോദിക്കും, അങ്ങനെ ഈ പരമസത്യം പറഞ്ഞതിന് ശേഷം ഇവള് പോകാൻ വേണ്ടി ഇറങ്ങിയതും ആ ബാഗിൽ നിന്നും എല്ലാ സാധനവും തറയിലേക്ക് വീഴും. സോ അത് നമ്മുടെ മാത്യു എടുത്ത് ഇവളടുത്ത് കൊണ്ട് കൊടുത്തതും അത് പാർട്ടിക്കാർക്കാണ്. അങ്ങനെ അടുത്ത ദിവസം പോലീസ് വന്ന് മാത്യുവിനെ പൊക്കിക്കൊണ്ട് പോയി 14 ദിവസത്തേക്ക് ജയിലിലിടും. മാത്യു വന്ന ജയിലിൽ കുറച്ച് ക്രൂരമായ മാസ് ഗുണ്ടകളുണ്ട്. എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കുന്നത് ചോദിച്ചാൽ അത് അപ്പിയിടാനാണ്. അപ്പിയിടാൻ പോകുന്നത് വരെ മാസ് സ്ലോ മോഷൻ ഇടാൻ പറഞ്ഞ ഡയറക്ടർ ബില്യൻസ് ആരും കാണാതെ പോകരുത്. അങ്ങനെ നമ്മുടെ മാത്യു ഡിപ്രഷൻ അടിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് മലയാളത്തിൽ പാട്ടൊക്കെ പാടി ഒരു ഈച്ച വരുന്നത്. ബൈ ദ ബൈ, ഈച്ചയ്ക്ക് എങ്ങനെ മലയാളം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഈ പടം എടുത്ത ഡയറക്ടറിന് പോലും അറിയില്ല. സോ അതിനിവിടെ പ്രസിദ്ധിയില്ല. അങ്ങനെ മലയാളം പറയുന്ന ഈച്ചയുടെ കുറച്ച് വെറുപ്പിക്കൽ അപരാധങ്ങളാണ് ഇനി അങ്ങോട്ട്. ഇവനുള്ളതാണോ അതോ എന്റെ തോന്നലാണോ? ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. തല്ലി തോൽപ്പിക്കാനാണോ പരിപാടി? നടക്കില്ല ഫ്ലവേഴ്സ്. ഒരു സാധാരണ ഈച്ച മനുഷ്യനേക്കാൾ 12 ടൈംസ് ഫാസ്റ്റർ ആണ്. സ്ലോ മോഷൻ. Come on, വാ. ഹേ முடியாது ராஜா, கண்ணுக்குள்ள 6000 ലെൻസ് വെച്ചിരിക്കേ. അങ്ങനെ നമ്മുടെ മാത്യുവും ഈച്ചയും തമ്മിൽ പ്രണയത്തില്ല. അപ്പോഴാണ് നമ്മുടെ ആന്റി ചെന്ന് കോടതിയിൽ പറയും കേസില്ലെന്ന്. അതോടെ മാത്യു ജയിലിൽ നിന്ന് ഇറങ്ങും. സാധാരണ എല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എല്ലാവർക്കും സന്തോഷം വരും. ബട്ട് മാത്യുവിന് നേരെ തിരിച്ചായിരുന്നു. തന്റെ പ്രണയിനിയായ ഈച്ചയെ കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഡിപ്രഷൻ അടിച്ച് നടപ്പായിരുന്നു. എന്നാലോ നമ്മുടെ ഈച്ച അടുത്ത ദിവസം തന്നെ ഒരു ബസ് പിടിച്ച് മാത്യുവിന്റെ അടുത്തെത്തും. മണിയന്ത്രത്തിനുള്ള ബസ് ഓടിച്ചു. എനിക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് മാത്യു ഹാപ്പി, ഈച്ചയും ഹാപ്പി, ഡയറക്ടറും ഹാപ്പി. പക്ഷെ ഇത് കണ്ട പ്രേക്ഷകർ ഒരിക്കലും ഹാപ്പി ആയില്ല. എന്ത് ഊള സ്റ്റോറിയുടെ കുറച്ചെങ്കിലും ലോജിക്ക് വേണ്ടടാ. മലയാളം സംസാരിക്കുന്ന ഈച്ച പോലും ഈച്ച.